വെൽക്കം ബാക്ക് ടു ചിത്രവസ്ത്രയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ഇന്നൊരു സിപ്പർ പുൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിക്കാം. സിപ്പർ പുൾ ബ്രഷ് സ്റ്റാമ്പ്. ഓക്കെ, അപ്പം നമുക്കത് എങ്ങനെ വളരെ എളുപ്പത്തിൽ കുറച്ച് സ്റ്റെപ്സ് ഒരു 4 to 5 സ്റ്റെപ്സിലൂടെ തന്നെ എങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു ചിത്രവസ്ത്ര. സോ ഫസ്റ്റ് സെലക്ട് സ്ക്വയർ ക്യാൻവാസ്. ഒരു സ്ക്വയർ ക്യാൻവാസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഞാൻ ഈ ഒരു ലെയറിൽ സിപ്പർ ബ്രഷ് സ്റ്റാമ്പിൻ്റെ ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ആ ലെയറിൽ ഞാൻ ക്യാൻവാസിൽ ഡ്രോയിങ് ഗൈഡ് സെലക്ട് ചെയ്യാം കേട്ടോ. ഐ എം സെലക്ടിങ് ഡ്രോയിങ് ഗൈഡ് ഫ്രം ഹിയർ. എന്നിട്ട് എഡിറ്റ് ഡ്രോയിങ് ഗൈഡ് എടുക്കുക. എന്നിട്ട് സിമെട്രി, ഗോ ടു സിമെട്രി, ഓപ്ഷൻസിൽ വേർട്ടിക്കൽ. ഓക്കെ, സെലക്ട് വേർട്ടിക്കൽ. ഓക്കെ, നമുക്കിങ്ങനെ ഒരു ക്യാൻവാസ് കിട്ടിയല്ലേ. So it's better you have a reference image like this so that you can look and draw. Okay, നമുക്ക് പെട്ടെന്ന് സ്വയം വരയ്ക്കാൻ പറ്റൂല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു റെഫറൻസ് ഇമേജ് ഇതുപോലെ സൈഡിലാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, വരയ്ക്കുക. ഓക്കെ ഓക്കെ, now I'm going to draw എന്താ പറയുക, ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഐ സിംപ്ലി ഡ്രോൺ an outline of a zipper brush. Okay, now what we have to do is we have to hide this layer. Simply hide this layer or just delete it. We don't need it. നമ്മൾ ഈ ഒരു സിപ്പർ ബ്രഷ് വരച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്യുക. ഓക്കെ, ക്യാൻവാസ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ആക്കുക. Now what we have to do, we have to copy this layer, right? Just copy, then go to brush stamps or ഏതെങ്കിലും ഒരു സെറ്റ് പോവുക, അല്ലെങ്കിൽ സിംപ്ലി ക്ലിക്ക് ഹിയർ ആൻഡ് ക്ലിക്ക് ക്രിയേറ്റ് ന്യൂ ബ്രഷ്. Then go to shape source, import, paste. Then invert ചെയ്തതിന് ശേഷം go to stroke path, increase the spacing to maximum ആക്കുക. സ്പേസിങ് കൂട്ടുക, നന്നായി കൂട്ടുക. ഓക്കെ, go to Apple Pencil, reduce the opacity to 0. Then go to properties, increase the size. ഒരു നന്നായിട്ട് കൂട്ടുക, ഒരു 700 റേഞ്ചിലൊക്കെ നല്ല വലിയ സൈസ് ആക്കുക. ഓക്കെ, now okay, yeah, our brush is ready, I think so. Now we can go back to our layer. Hiding this layer and I am creating another layer above it. ഞാൻ നോക്കുകയാണ് കേട്ടോ. നമ്മുടെ സ്റ്റാമ്പ് റെഡിയാണ്. യെസ്, ആ ബ്രഷ് സ്റ്റാമ്പ് ഇസ് റെഡി.
ഓക്കെ, നമ്മളിനി ഓരോന്ന് ചെയ്യുമ്പോഴും ഇങ്ങനെ വേറെ വേറെ ബ്രഷസ് അല്ലെങ്കിൽ ഓരോ തവണ ഇത് വരച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇതുപോലത്തെ സ്റ്റാമ്പ്സ് ക്രിയേറ്റ് ചെയ്താൽ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, നമ്മൾ കളർ ചെയ്യുക. ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടുമല്ലോ. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷെയ്ഡിങ് ഒക്കെ ചെയ്ത് ഒരു സിപ്പർ ആക്കിയിട്ട് നമുക്ക്, അല്ലെങ്കിൽ സിപ്പർ പുൾ ആക്കിയിട്ട് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഈസി ആയിട്ട്. ഓക്കെ, this is how we draw a brush stamp, or this is how we create a brush stamp. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്സിൽ തന്നെ ചെയ്യാൻ പറ്റിയല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു ബ്രഷ് സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്, ജസ്റ്റ് ഇതിപ്പോൾ സ്റ്റാമ്പ് മാത്രമാണല്ലേ, നമുക്കിതെങ്ങനെ കളർ ചെയ്തെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. പല രീതിയിലായിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഞാനൊരു ബ്ലൂയിഷ് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ബ്ലൂവിൽ ഒരു കുറച്ച് ഗ്രേയിഷ് ആയിട്ടുള്ള ഒരു ബ്ലൂവിൽ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഈ ഗ്രേ തന്നെ നമുക്കിപ്പോൾ ഗ്രീനിലും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഗ്രേ കിട്ടും അല്ലേ. അപ്പോൾ ഈ ഏറ്റവും ബെസ്റ്റ് ഒരു ബ്ലൂവിൽ കുറച്ച് ബ്ലൂ കളർ ചേർന്നിട്ടുള്ള ഒരു ഗ്രേ, എന്നാൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്, അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അത് എങ്ങനെ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഇനിയിപ്പോൾ ബ്ലൂ കളറായിട്ട് തന്നെ വേണം, ലൈറ്റ് ബ്ലൂ എന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ലൈറ്റ് ഗ്രേ എന്നുള്ള രീതിയിൽ എടുക്കുകയാണ് കേട്ടോ. ഉണ്ട്, ഇപ്പം നമ്മൾ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് ഉള്ളിലൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും സ്റ്റാമ്പാണെങ്കിൽ. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്കിങ്ങനെ കിട്ടും. ഇതിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡ് ആക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇതുപോലെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് കുറച്ച് വൈറ്റ് എടുത്തു, സോഫ്റ്റ് ബ്രഷ് എടുത്തു, എന്നിട്ട് എയർ ബ്രഷിൽ സോഫ്റ്റ് ബ്രഷ് കേട്ടോ. ഞാൻ കുറച്ചൊരു ഷെയ്ഡിങ് ആണ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ടെക്സ്ചർ വരുത്തണം എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിൽ ടെക്സ്ചർ എന്തെങ്കിലും വേണം. അപ്പോൾ ഞാനൊരു ജസ്റ്റ് സിംപ്ലി ഒന്ന് കാണിക്കാം കേട്ടോ.
ഓക്കെ, ജസ്റ്റ് വെറുതെ ഞാനൊരു ടെക്സ്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ബോർഡേഴ്സിലൊന്നും വേണ്ട, കുറച്ചും കൂടെ എന്താണ് ഇതിലിവിടെ മാത്രം മതി. അങ്ങനെയൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിപ്പർ പുൾ. ഞാനത് ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്ത കേട്ടോ. ഇത് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്ത ഷെയ്ഡിങ് ഒന്നും കൊടുക്കാതെ പ്ലെയിൻ ബ്ലാക്ക് ഇതിലേക്ക് ഇതാക്കി അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെയാണിത് വരയ്ക്കുക എന്നുള്ളത് കാണിക്കാം. ഓക്കെ, ദിസ് ഈസ് ഹൗ വി ഡു. ഓക്കെ, പിന്നെ ഇതിലിപ്പം ഈ സിപ്പറിൻ്റെ മേലെ നിങ്ങൾക്ക് ഷെയ്ഡിങ് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. യെസ്, അങ്ങനെ നമ്മുടെ സിപ്പറും സിപ്പർ പുൾ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് പല രീതിയിൽ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഒരു എയർ ബ്രഷാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുന്നതിന് തോന്നിയിട്ടുള്ളത്. പിന്നെ ടെക്സ്ചർ ബ്രഷസ് പലതും ഉണ്ട്, ഇപ്പോൾ മെറ്റൽ ബ്രഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു സിപ്പർ ബ്രഷും സിപ്പർ പുൾ ബ്രഷും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് കരുതണു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.